ഹായ് ഗൈസ്. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റിംഗ് സബ്ജക്ട് സി എ ഫൈനാൻസ് സിലബസിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കുറവുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അത് എങ്ങനെ പഠിക്കാം എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനും നവംബർ 24 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ കുറേ കോമൺ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഓഡിറ്റിങ്ങിനൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഒരു ഹെൽപ്ഫുൾ ആയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച് ഓഫ് ഓഡിറ്റിംഗ് ഞാൻ ആദ്യം പറയാം. ഞാൻ ഈ ഓഡിറ്റിംഗ് അപ്രോച്ച് ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഫാക്കൽറ്റീസിന്റെ വീഡിയോസ് റെഫർ ചെയ്തും പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഉണ്ടാക്കിയ ഒരു സമ്മറിയാണ്, ജനറൽ സമ്മറിയാണ്. അപ്പോൾ ഓഡിറ്റിംഗ് സിലബസ് അറ്റ് ദ മൊമെന്റ് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് ആണ് മെയിൻ എന്ന് പറയുമ്പോൾ 60-70% ഓഫ് മാർക്സ് വരുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് നിന്നാണ്. ബാക്കി മിസ്സേനിയസ് ടോപ്പിക്സ് പ്രൊഫഷണൽ എത്തിക്സ് ഒഴിച്ച് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് കൂടി ഒരു 60-70 മാർക്സ് എന്തായാലും ചോദിക്കും. ബാക്കി എല്ലാ ടോപ്പിക്സും കൂടി 30-40 മാർക്സ് ആണ് മാക്സിമം വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ കോർ ഫോക്കസ് എവിടെയായിരിക്കണം? സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് കവർ ചെയ്യാനും പ്രൊഫഷണൽ എത്തിക്സ് കവർ ചെയ്യാനും ആയിരിക്കണം, എസ്പെഷ്യലി സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ്. ബാക്കിയുള്ള തിയറി ടോപ്പിക്സ് നിങ്ങൾക്ക് ആക്ച്വലി ആ 30-40 മാർക്സിനും എൻ്റെ 30 മാർക്സിന് പ്രിപ്പയർ ചെയ്യാതെ ഒരു 15-20 മാർക്സിന് പ്രിപ്പയർ ചെയ്താലും മതി. ബേസിക്കലി ആ തിയറി ടോപ്പിക്സ് അല്ലെങ്കിൽ മിസ്ലേനിയസ് ടോപ്പിക്സിൽ നിന്ന് ഒരു ഹാഫ് ദ ടോപ്പിക്സ് വിച്ച് യു ആർ മോർ കംഫർട്ടബിൾ ഓൺ, അത് മാത്രം സെലക്ട് ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല, ആസ് ലോങ് ആസ് യു ആർ ആൻ എക്സ്പേർട്ട് ഓൺ എസ്സേസ്. അപ്പോൾ എസ് ഐസിൽ എക്സ്പേർട്ട് ആവുക എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അതൊരു പ്രശ്നമാണോ എന്നുള്ളൊരു ഫീൽ വരും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് അപ്രോച്ച് ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ എസ് ഐസ് നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ പറയാം എങ്ങനെയാണ് ഞാൻ എസ് ഐ പഠിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് അറ്റ് ദ മൊമെന്റ് എങ്ങനെ പഠിക്കുന്നു എന്ന് ഞാൻ പറയാം. സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം, എപ്പോഴും മനസ്സിലാക്കുക, ഓഡിറ്റിങ്ങിന് ജനറലി നമ്മൾ ഓഡിറ്റിങ്ങിൽ എന്ത് ചെയ്താലും നമുക്കത് ഈ പറയുന്ന 5 ബ്രാക്കറ്റിൽ എവിടെയെങ്കിലും കൊണ്ടിടാൻ പറ്റും. 5-6 ബ്രാക്കറ്റ്സ്. നമ്മൾ എന്ത് ഓഡിറ്റിംഗ് ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി, ഏതൊരു ഇറ്റ് വിൽ ബി എ പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി, ഏതൊരു ഇറ്റ് വിൽ ബി എ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ, ഓർ എൽസ് ഇറ്റ് വിൽ ബി എ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ പ്രൊസീജിയർ ടു ഇവാലുവേറ്റ് the audit evidence that we have acquired from performing risk assessment procedure and further audit procedure. And finally, reporting our opinion through audit report or reporting it to management. And finally, the documentation of all the work we have done and the observations we have made. സോ ഇതാണ് ഓഡിറ്റിങ്ങിൽ നമ്മൾ എന്ത് ഓഡിറ്റിംഗ് ലൈക്ക് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്ന എന്ത് പ്രൊസീജിയറും ഈ ഒരു ബ്രാക്കറ്റിൽ നമുക്ക് ഇടാൻ പറ്റും. ആൻഡ് ഈ സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് ബേസിക്കലി ദീസ് ആർ ജനറൽ ഗൈഡ് ലൈൻസ് ഏത് ഓഡിറ്റർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ്സ് പറയുന്ന ഓരോ പോയിന്റ്സും വെറുതെ പറയുന്നതല്ല, എല്ലാ പോയിന്റ്സും പ്രാക്ടിക്കലി റിലവൻ്റ് ആണ്. ഈ പോയിന്റ്സിനൊക്കെ നമുക്ക് ഈ പറയുന്ന ഓരോ ബാസ്ക്കറ്റിലേക്ക് ഇടാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ്സിന് ഒരു മാപ്പിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എല്ലാ സ്റ്റാൻഡേർഡ്സിനും നമുക്ക് ഇതുപോലെ മാപ്പിംഗ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റാൻഡേർഡിന്റെ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ തന്നെ അതിൽ ഒബ്ജക്റ്റീവ്സ് പറയും, അല്ലെങ്കിൽ അതിൽ ഇൻഡിപെൻഡൻസ്, കംപ്ലൈൻസ് വിത്ത് എത്തിക്സ് പറയും. അങ്ങനത്തെ ബേസിക്കലി ഒരു ഓഡിറ്റ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ ഏതെങ്കിലും സ്പെഷ്യൽ പർപ്പസ് കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ തിങ്ങിന്റെ ഓഡിറ്റിംഗ്, ഒരു ഫോർ എക്സാമ്പിൾ ഇൻവെന്ററി ഓഡിറ്റിംഗ് തുടങ്ങുമ്പോൾ എന്താണ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്, അത് സ്പെസിഫൈ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ ആദ്യത്തെ സെക്ഷൻ സ്റ്റാൻഡേർഡ്സിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഒബ്ജക്റ്റീവ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. ഇത് എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ഓഡിറ്റ്, ആ ഒരു പർട്ടിക്കുലർ അസേർഷൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കും. പിന്നെ നേരെ പോവുക, മിക്കവാറും ആ സ്റ്റാൻഡേർഡ് പോവുക എങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സാധനം ഓഡിറ്റ് ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഐറ്റം ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എങ്ങനെ അസസ് ചെയ്യാം, അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം. പിന്നെ പറയുക ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ, ബേസിക്കലി പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ്. പിന്നെ ഓഡിറ്റ് പ്രൊസീജിയറിലേക്കായിരിക്കും പൊതുവെ സ്റ്റാൻഡേർഡ്സ് പോവുക. എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് ഓഡിറ്റർ ചെയ്യേണ്ടത്. ആ ഓഡിറ്റ് പ്രൊസീജിയറിനെ നമ്മൾ എപ്പോഴും 2 ടൈപ്പ് ആക്കാം, 2 കാറ്റഗറിയിലാക്കണം. ഒന്ന് ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് വിൽ ബി റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്, അതർ സെറ്റ് വിൽ ബി ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ആൻഡ് പിന്നെ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഓഡിറ്റ് പ്രൊസീജിയർ ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ഓഡിറ്റ് എവിഡൻസ് കിട്ടാൻ. അപ്പോൾ ആ ഓഡിറ്റ് എവിഡൻസിനെ എങ്ങനെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യണം, ഓൺ വാട്ട് ബേസിസ് വി ഷുഡ് ഇവാലുവേറ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് on the basis of which we should evaluate whether audit evidence obtained is sufficient and appropriate. ഈ ഒരു ഫാക്ടേഴ്സ് ആയിരിക്കും പിന്നെ പറയാം. പിന്നെ ഫൈനലി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓഡിറ്ററിന്റെ ഫൈനൽ റെസ്പോൺസിബിലിറ്റി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ടു റിപ്പോർട്ട് ടു ഹൂം, റിപ്പോർട്ട് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ത്രൂ ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. മാനേജ്മെന്റിനും ഗവേണൻസിനും സെപ്പറേറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. പിന്നെ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് അതോറിറ്റീസ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റീസിനോടും റിപ്പോർട്ട് ചെയ്യണം. And last step will be documentation.
ഇതും എല്ലാ സ്റ്റാൻഡേർഡ്സിലും പാട്ടായിരിക്കും ഡോക്യുമെന്റേഷൻ. പിന്നെ ഞാൻ തിയറി ടോപ്പിക്സ് എന്ന് കൊടുത്തേക്കുന്നത് വെച്ചാൽ എല്ലാ സ്റ്റാൻഡേർഡ്സിലും കുറച്ച് തിയറി ടോപ്പിക്സ് ഉണ്ടാവും. ഈ പറയുന്ന ഓരോ ബോക്സിലുള്ള ഐറ്റംസിന്റെയും എന്താണത്, ലൈക് ഡെഫിനിഷൻസ്, പിന്നെ ഏത് ഫാക്ടേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ആ തിയറി ടോപ്പിക്സ് ആണ് ഈ തിയറി ഞാൻ ഇട്ടേക്കുന്നത്. ഈ തിയറി ടോപ്പിക്സ് എങ്ങനെ പഠിക്കാമെന്നും എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ നിലവിൽ ഈ ഓവർവ്യൂ പറഞ്ഞല്ലോ. ഇത് ഞാൻ ഒരു 2 സ്റ്റാൻഡേർഡ്സ് വെച്ചൊന്ന് കാണിച്ച് ഒരു മാപ്പിംഗ് കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ ഇത് വെച്ച് സ്റ്റാൻഡേർഡ്സ് പഠിക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓരോ എലമെന്റ്സിന് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്താണ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ, ഫർദർ പ്രൊസീജിയർ, ഇവാലുവേഷൻ ഓഫ് ഓർഡിനൻസ് എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ആസ്പെക്ട്സ് എസ്പെഷ്യലി റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറും ഫർദർ പ്രൊസീജിയറും ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ജസ്റ്റ് ഗെറ്റിംഗ് എ ഗ്രിപ്പ് ഓൺ യുവർ സെൽഫ് ഫോർ SA 315 ആൻഡ് SA 330, identifying and assessing risk of material misstatement through understanding the entity and its environment, SA 315. അവിടെയാണ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് SA 330 എന്ന് പറഞ്ഞാൽ റെസ്പോൺസസ് ടു ഡിസൈനിങ് റെസ്പോൺസസ് ടു അസസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ 315 നമ്മൾ അസസ് ചെയ്ത റിസ്ക്സിനെ എങ്ങനെ ഓഡിറ്ററിന് മാനേജ് ചെയ്യാം, അത് എങ്ങനെ യൂസിങ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറിലാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സബ്സ്റ്റാൻഷ്യൽ പ്രൊസീജിയർ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഐറ്റംസിന് ഒരു ക്ലാരിറ്റി വേണം, കാരണം എന്നാലാണ് ഞാൻ ഈ പറഞ്ഞ അപ്രോച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലാരിറ്റി ഇല്ലെങ്കിൽ SA 315, SA 330, SA 320 ഫോർ ദാറ്റ് മാറ്റർ, ബിക്കോസ് അതിൽ മെറ്റീരിയാലിറ്റി വരും. കാരണം മെറ്റീരിയാലിറ്റിയുടെ ബേസിസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യുവേഷൻ ഓഫ് ഓഡിറ്റ് എവിഡൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെറ്റീരിയാലിറ്റിയും SA 320 ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രിപ്പും ഈ 1 2 3 5 ബാസ്ക്കറ്റ്സ് എന്താണെന്നും ഒരു ഗ്രിപ്പ് ആദ്യം ഉണ്ടാക്കുക. ആദ്യം SA 315, 320, 330 ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കി സ്റ്റാൻഡേർഡ്സിലേക്ക് പോകണമെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. And I will show you. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്ക്രീനിൽ SA 240 ആണ്. IC സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ SA 240. അപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ്സ് എടുക്കും, എന്നിട്ട് അതിലെ ഓരോ ഹെഡിങ്സും എല്ലാ ഹെഡിങ്സും ഡയറക്റ്റ്ലി നമുക്ക് ഈ പറയുന്ന ബാസ്ക്കറ്റിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും പൊതുവെ സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവ്സും ഈ തിയറി, പിന്നെ ഈ സ്റ്റാൻഡേർഡ്സിൽ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് കേസിൽ പിന്നെ 2 പേജ് സ്റ്റഡി മെറ്റീരിയൽ ഡിസ്കസ് ചെയ്യുന്നത്, 2 അല്ല 3 പേജോളം ഡിസ്കസ് ചെയ്യുന്നത് തിയറി ടോപ്പിക്കാണ്. ആൻഡ് ഈ തിയറി ടോപ്പിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ബി റിലേറ്റഡ് ടു ഈ സം മാറ്റേഴ്സ് ദാറ്റ് ഈസ് ബീൻ ഡിസ്കസ്ഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേസിൽ ആദ്യം ഒബ്ജക്റ്റീവ് പറഞ്ഞല്ലോ. ഒബ്ജക്റ്റീവ് തന്നെ ഫ്രോഡാണ്. SA 240 ബേസിക്കലി ഫ്രോഡ് റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് ഫ്രോഡ്, അതാണ് തിയറി. അപ്പോൾ ഈ തിയറി പാർട്ട് ബേസിക്കലി എന്താണ് ഫ്രോഡ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ തിയറി പാർട്ട് എങ്ങനെ പഠിക്കാന്നുള്ളത് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് മീ ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മാപ്പ് സ്റ്റാൻഡേർഡ്സ് ടു വിൻ ദീസ് 4-5 ബാസ്ക്കറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ തിയറിയാണ്. ആദ്യത്തെ ഒരു കുറച്ച് 3-4 പേജോളം SA 240 തിയറിയാണ്. ദെൻ തുടങ്ങി സ്റ്റാൻഡേർഡ്സിന് എവിടെയൊക്കെ സ്റ്റാൻഡേർഡ്സിൽ ആക്ഷൻസ് വേർഡ്സ് യൂസ് ചെയ്യുന്നു. ബേസിക്കലി ഇവാലുവേറ്റ്, ഡിറ്റർമൈൻ, അങ്ങനത്തെ ഓഡിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നതൊക്കെ എന്താണ്, വിൽ ബി ഓഡിറ്റ് പ്രൊസീജിയർ. ഫോർ എക്സാമ്പിൾ മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം, അതൊരു ഓഡിറ്റ് പ്രൊസീജിയറാണ്. പക്ഷെ ഇതൊരു പർട്ടിക്കുലർ ബാസ്ക്കറ്റിൽ കൊണ്ടുവരേണ്ട ഒരു ഓഡിറ്റ് പ്രൊസീജിയർ അല്ല. നേരെ വെച്ച് നമുക്ക് എന്ത് ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യുമ്പോഴും ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ഇതൊരു ഓഡിറ്റ് പ്രൊസീജിയറാണ് ഡിസ്കസ് എമംഗ് ദ എൻഗേജ്മെന്റ് ടീം. ഇത് ഒരു പ്രിലിമിനറി എൻഗേജ്മെന്റ് ബാസ്ക്കറ്റിൽ ഇടാൻ പറ്റും. കാരണം ഓഡിറ്റ് തുടങ്ങുമ്പോൾ ജനറലി എപ്പോഴും എൻഗേജ്മെന്റ് ടീമായിട്ട് എന്ത് ഡിസ്കസ് ചെയ്യണം, ഡിസ്കഷൻ എംഫസിസ് ഓൺ ഹൗ ആൻഡ് വെയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ സസെപ്റ്റബിൾ ടു ഫ്രോഡ്. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കണ്ടത് കറക്റ്റ് അടുത്ത പ്രൊസീജിയർ പറയുന്നത് ഡിസ്കഷൻ പ്രൊസീജിയർ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡിസ്കഷൻ പ്രൊസീജിയർ ബാസ്ക്കറ്റിലേക്ക് മാപ്പ് ചെയ്യാം. പിന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, പിന്നെ ഈ ഡിസ്കഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ റെസ്പോൺസസ് ടു ഡിസ്കഷൻ പ്രൊസീജിയർ ആണ് എന്ത് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ. അതും ഇവിടെ നേരെ ഇൻ ദാറ്റ് ഓർഡർ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെസ്പോൺസ് ടു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് അറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവലും അസോഷൻ ലെവൽ. ഇത് ഞാൻ പറഞ്ഞ പോലെ SA 315 ഈ വാക്കുകളുടെ ഒക്കെ ഡെഫിനിഷൻ മനസ്സിലാവും. എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് അറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ് അറ്റ് അസോഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്.
റെസ്പോൺസീവ് ടു റിസ്ക് റിലേറ്റഡ് ടു മാനേജ്മെന്റ് ഓവർറൈഡ് ഓഫ് കൺട്രോൾസ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറും ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറാണ് മെയിൻ ആയിട്ടുള്ളതെന്ന്. പക്ഷേ നമ്മൾ ഈ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറും ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചില ടൈമിൽ നമുക്ക് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടില്ല. ചില ടൈം മീൻസ് ബേസിക്കലി ദ കറക്റ്റ് വേർഡ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ സർക്കംസ്റ്റൻസസ് ആൻഡ് ഇവന്റ്സ്. നമുക്ക് ചിലപ്പോൾ സഫിഷ്യന്റ് ഓഡിറ്റ് എവിഡൻസ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രം ദ ഓഡിറ്റ് എവിഡൻസ് ഒപ്റ്റെയിൻ നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നു ആൻഡ് ദാറ്റ് ഇൻഫർമേഷൻ മാൻഡേറ്റ്സ് us to do some additional audit procedures to get the substantial and audit evidence, appropriate audit evidence required to form a basis to form a conclusion. ആ കൺക്ലൂഷൻ ബേസിലാണ് നമുക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചില സർക്കംസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ആപ്ലിക്കബിൾ ആയിരിക്കും. അത് ഇപ്പോൾ ഓഡിറ്റിംഗിൽ എപ്പോഴും റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയറും ഉണ്ടാവും, ഫർദർ ഓഡിറ്റ് പ്രൊസീജിയറും ഉണ്ടാവും. അതുപോലെ തന്നെ പർട്ടിക്കുലർ സർക്കംസ്റ്റൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ് SA 240 ഒരു അഡീഷണൽ പ്രൊസീജിയർ ആണ് മാനേജ്മെന്റ് ഓവർറൈഡ് ഓഫ് കൺട്രോൾസ്. അതൊരു പ്രത്യേക സർക്കംസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഓഫ് ഫ്രോഡ് ഓഡിറ്റിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജനറലി ഓഡിറ്റിംഗിൽ ഫ്രോഡ് റിസ്കിൽ വരുന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റ് ഓവർറൈഡ് ഓഫ് കൺട്രോൾ. അപ്പൊ അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെ എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്യാം, അതാണ് ആ ഹെഡിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ ആ സെയിം ഓർഡർ തന്നെ ഇവാലുവേഷൻ ഓഫ് ഓഡിറ്റ് എവിഡൻസ്. പിന്നെ സർക്കംസ്റ്റൻസസ്, വേറെ സർക്കംസ്റ്റൻസ് ഒന്നും അപ്പൊ എന്ത് ചെയ്യണം, സർക്കംസ്റ്റൻസ് വെൻ ദ ഓഡിറ്റർ ഈസ് അൺഎബിൾ ടു കണ്ടിന്യൂ എൻഗേജ്മെന്റ്. മാനേജ്മെന്റ് റെപ്രസെന്റേഷൻസ് ബേസിക്കലി ഓഡിറ്റ് എവിഡൻസ് ആണ്. അഗൈൻ ലാസ്റ്റ് അടുത്തത് സെക്ഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഇത് കമ്മ്യൂണിക്കേഷൻ ടു മാനേജ്മെന്റ് ആൻഡ് ദോസ് ചാർജസ്, ഏതൊക്കെ മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, റിലേറ്റഡ് അതോറിറ്റീസ്. ഇത് ഈ സ്റ്റാൻഡേർഡ്സ് മാത്രമല്ല കേട്ടോ. ഓക്കെ, ഞാൻ എക്സാമ്പിളിന് വേണ്ടി സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാൻഡേർഡ്സിലും ഈ പറയുന്ന എലമെന്റ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ആ സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഇങ്ങനെ ബേസിക്കലി സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോൾ ഓരോ ഹെഡിങ്സും ഇതുപോലെ ഈ 5 ബാസ്ക്കറ്റിൽ എന്താണെന്ന് നമുക്ക് ഐഡിയ ഉണ്ടാകും. ബേസിക്കലി ഇനി SA 240 എന്ന് ആലോചിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ SA 240 എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒബ്ജക്റ്റീവ്സ്, എനിക്കപ്പോൾ SA 240 എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്, SA 240 എന്തൊക്കെയാണ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ പറയുന്നത്, SA 240 FAP എന്താണ്, SA 240 എങ്ങനെ എന്തൊക്കെ ഇവാലുവേഷൻ ഓഫ് ഓഡിറ്റ് എവിഡൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കയ്യിൽ വേണം, എന്തെങ്കിലും അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയർ ചെയ്യാനുള്ള സർക്കംസ്റ്റൻസസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യണം. ഇത്രയും ബാസ്ക്കറ്റിൽ ഇങ്ങനെയായിരിക്കും എനിക്ക് SA 240 നമ്മൾ ഒരു മെന്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ SA 240 അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് റീകോൾ ചെയ്യുമ്പോൾ അങ്ങനെ വേണം ആലോചിക്കാൻ. ഈ ഒരു തോട്ട് പ്രോസസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നേരെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ഓഡിറ്റിങ്ങിന്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം, എപ്പോഴും ഫസ്റ്റ് സ്റ്റാൻഡേർഡ്സ് കവർ ചെയ്യുക, എന്നിട്ട് നേരെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സ്റ്റാൻഡേർഡ്സ് എങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല, അത് ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാൻ ഏത് സ്റ്റാൻഡേർഡ് റിലവൻറ്റ് സ്റ്റാൻഡേർഡ് കണ്ടെത്തി ആ സ്റ്റാൻഡേർഡ് ഉള്ളിൽ തന്നെ റിലവൻ്റ് ആയിട്ടുള്ള ഏത് ടോപ്പിക്കാണ് ആ ക്വസ്റ്റ്യനിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഓഡിറ്റിങ്ങിലെ സ്കില്ല്. ആ സ്കില്ല് ഇല്ലാത്തതുകൊണ്ടാണ് മിക്കവർക്കും മാർക്ക് കിട്ടാത്തത്, അല്ല സ്റ്റാൻഡേർഡ്സ് അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ആൻസർ മാപ്പ് ചെയ്യാം എന്നുള്ളതിനും എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഈ മാപ്പിംഗ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ്സിന് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഡിറ്റിംഗ് ബേസിക്കലി ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് മിക്കവാറും കേസ് സ്റ്റഡി ബേസ്ഡ് ആയിരിക്കും. ഒരു കഥ ഉണ്ടാവും, ആ കഥയിൽ ഒരു ഓഡിറ്റർ ഉണ്ടാവും, അപ്പുറ സൈഡ് മാനേജ്മെന്റ് ഉണ്ടാവും, ആ കഥയിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട്. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റോറി മിക്കവാറും ഓഡിറ്റർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആ കഥയിലെ ഓഡിറ്റർ എവിടെയാണ് നിൽക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ മാറ്റർ ഡിസ്കസ്ഡ് ഇൻ ദാറ്റ് സ്റ്റോറി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്രോഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചു, ആ ക്വസ്റ്റ്യനിൽ ഒരു എൻറ്റിറ്റിയിൽ ഫ്രോഡ് റിസ്ക് ഫാക്ടർ ഉണ്ട്, ഓഡിറ്റർ ഇന്ന പ്രൊസീജിയർ ചെയ്തു, ഇനി ഓഡിറ്റർ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ പ്രോബ്ലി ചോദിക്കുന്നത് റിപ്പോർട്ടിംഗ് ആയിരിക്കും. ഓഡിറ്റർ എങ്ങനെ ഫ്രോഡ് അല്ലെങ്കിൽ ആ സസെപ്റ്റബിലിറ്റി ടു ഫ്രോഡ് ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സർക്കംസ്റ്റൻസസ് വെൻ ഓഡിറ്റർ ഈസ് അൺഎബിൾ ടു കണ്ടിന്യൂ ഓഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രോഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ആ ക്വസ്റ്റ്യനിലെ കഥയിലെ ഓഡിറ്റർ ഇതിൽ ഏത് സ്റ്റേജ് ആണെന്നും, അല്ലെങ്കിൽ കഥയിലെ ഓഡിറ്റർ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അതിൽ എന്താണ് ആ കഥയിലെ ഓഡിറ്റർ ഏത് സ്റ്റേജ് അനുസരിച്ച് ഡിസ്കസിംഗ് പ്രൊസീജിയർ ആണോ നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ ആണെങ്കിൽ അപ്പൊ നമുക്കറിയാം ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ ഉത്തരം എഴുതുക. ഇനി ഒരു ജനറൽ ഓവർവ്യൂ ആണെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു ഓവർവ്യൂ എടുക്കുക. അല്ലെങ്കിൽ ഫൈനൽ ആ കഥയിലെ ഓഡിറ്റർ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ട് ഓഡിറ്ററിന്റെ കയ്യിൽ, ബേസിക്കലി ഓഡിറ്റ് എവിഡൻസ് കിട്ടി അത് ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഫൈൻഡിങ് ഉണ്ട്, അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ റിപ്പോർട്ടിംഗ് SA 240 റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സ് ആയിരിക്കും അതിന് ഉത്തരമായിട്ട് എഴുതുന്നത്. അങ്ങനെ വേണം നമ്മളൊരു സ്റ്റാൻഡേർഡ്സിന് അപ്രോച്ച് ചെയ്യാം.
പിന്നെ ആലോചിക്കും, ഓക്കെ ഇത് എങ്ങനെ പഠിക്കണം, ഇതാണ് ഒരു ജനറൽ അപ്രോച്ച്, ഓക്കെ സ്ട്രാറ്റജി. ഞാൻ പഠിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇതാണ്. പക്ഷെ ഞാൻ ഈ സ്ട്രാറ്റജി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ICA സ്റ്റഡി മെറ്റീരിയൽ വെച്ചാണ് പഠിക്കുന്നത്. Some of you might find it this difficult to swallow. പക്ഷേ this might feel like a difficult pill to swallow, പക്ഷേ this pill is worth it. ICA സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഓടിയിട്ട് പഠിക്കുകയാണെങ്കിൽ, സി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും പാസ്സാവോ ഫെയിൽ ആവോ അങ്ങനെയല്ല. എപ്പോഴും ലൈഫിൽ ഒരു ഏതൊരു എസ് ഓർ നോ അല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോബിലിറ്റി. അപ്പോൾ ബേസിക്കലി നമ്മൾ പാസ് ആവാനുള്ള പ്രോബിലിറ്റി കൂട്ടും, ഫെയിൽ ആവാനുള്ള പ്രോബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, റിസ്ക് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഓഡിറ്റ്, ഞാൻ പറയുക, നിങ്ങൾ വേറൊരു മെറ്റീരിയൽ വെച്ച് പഠിക്കാൽ, ബേസിക്കലി സ്റ്റഡി മെറ്റീരിയൽ അല്ലാതെ വേറെ എന്ത് മെറ്റീരിയൽ, പാക്കറ്റ് മെറ്റീരിയൽ ആവട്ടെ, എന്ത് മെറ്റീരിയൽ വെച്ച് പഠിക്കുക, ചാർട്ട് ബുക്സ് ഓ കീവേഡ് ബുക്സ്, ഇതൊക്കെ വെച്ച് പഠിക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ റിസ്ക് ആണ്. ആൻഡ് ICA സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്താൽ എന്താണ് മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, യു ആർ കവറിങ് വാട്ട് ICA ഈസ് എക്സ്പെക്ടിങ് ഓഫ് യു, ആൻഡ് യു ആർ കവറിങ് ദ എൻറ്റയർ തിങ്. ലൈക്ക് എന്ന് വെച്ചാൽ എല്ലാ ICA സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കാണാപ്പാഠം പഠിക്കണം എന്നല്ല, അല്ലെങ്കിൽ എല്ലാം പഠിക്കണം എന്നല്ല. ഒന്ന് വായിച്ചു വിട്ടാൽ തന്നെ നിങ്ങൾ MCQന് ഈ ICA സ്റ്റഡി മെറ്റീരിയൽ റീഡിങ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഓഡിറ്റിങ്ങിന് ഈ പറഞ്ഞ പോലെ ഈ ICAയുടെ ലാംഗ്വേജ് ഗ്രിപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒക്കെ പറഞ്ഞല്ലോ, തിയറി ടോപ്പിക്സ് ഞാൻ ഡിസ്കസ് ചെയ്തില്ല. ഈ തിയറി ടോപ്പിക്സ് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചെന്ന് വെച്ചാൽ, ഈ തിയറി ടോപ്പിക്സ് ക്വസ്റ്റ്യനിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാറില്ല. അതിന് മെയിൻ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ICAയിലെ സ്റ്റഡി മെറ്റീരിയലിലെ ഏതെങ്കിലും സെന്റൻസസ്, സ്റ്റാർട്ടിങ് സെന്റൻസസും ഈ ഹെഡിങ്സ് ഒക്കെ അങ്ങനെ തന്നെ പിക്ക് ഔട്ട് ചെയ്തായിരിക്കും ഇവര് തിയറി ടോപ്പിക്സിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു തിയറി ടോപ്പിക്കാണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ICA സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്തേ പറ്റൂ. ഓതേഴ്സ് അവരുടെ ബുക്സിന്റെ പേജ് കുറയ്ക്കാനും അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് മാത്രമാക്കാനും വേണ്ടി അവർ കുറെ സെന്റൻസ് കട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ICA സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ, ഈ ഓഡിറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ICA സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെ കവർ ചെയ്യാന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എനിക്കറിയാം ഭയങ്കര ട്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എൻ്റെ ഒരു സജഷൻ, ഞാൻ ഓഡിറ്റിംഗ് പഠിച്ചത് രാംഹർഷ സാറിന്റെ റിവിഷൻ വീഡിയോസ് വെച്ചാണ്. ആൻഡ് ഹിസ് അപ്രോച്ച് ഈസ് മോർ ഓർ ലെസ് പുള്ളിക്കാരന്റെ മെറ്റീരിയലും PDF ഫ്രീ ആയിട്ട് പുള്ളിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഐ മൈറ്റ് ലിങ്ക് ഇൻ ടു മൈ ഷോ നോട്ട്സ്. റിവിഷൻ വീഡിയോസും പുള്ളിയുടെ PDF നോട്ട്സും സാറിന് ഞാൻ ലിങ്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഈ രാംഹർഷ സാറിന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരന്റെ നോട്ട്സ് ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഡിറ്റോ ആണ്. അപ്പൊ ഞാൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, രാംഹർഷ സാറിന്റെ വീഡിയോ തുറക്കുന്നു, സ്റ്റാൻഡേർഡ്സിന്റെ വീഡിയോ കാണുന്നു, സ്റ്റഡി മെറ്റീരിയൽ കയ്യിൽ വെക്കുന്നു. ആൻഡ് സാറിന്റെ വീഡിയോടൊപ്പം എന്റെ സ്റ്റഡി മെറ്റീരിയൽ റീഡിംഗ് കഴിഞ്ഞു, സ്റ്റഡി മെറ്റീരിയൽ ഹൈലൈറ്റിംഗും റീഡിംഗും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തപ്പോൾ ഞാൻ റെഫർ ചെയ്ത ക്വസ്റ്റ്യൻ ബാങ്ക് പങ്കജ് ക്വസ്റ്റ്യൻ ബാങ്കാണ്. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നി. അങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്കും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. എസ്പെഷ്യലി സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചാൽ ഐ ആം ടെല്ലിങ് യു, നല്ല ബേസിക്കലി നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സ്റ്റഡി മെറ്റീരിയലും ഓഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിറ്റിംഗിൽ എന്തൊക്കെ ചോദിക്കാന്നുള്ളത് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് എങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് കവർ ചെയ്യുന്നത്. എന്തൊക്കെ കവർ ചെയ്യാന്നുള്ളത് നമുക്ക് ICA സ്റ്റഡി മെറ്റീരിയൽ 100% റീഡിങ്ങിലൂടെ കിട്ടും. എങ്ങനെയൊക്കെ ചോദിക്കാന്നുള്ളത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിയാൽ കിട്ടും. ആൻഡ് ആ എങ്ങനെയൊക്കെ ചോദിക്കാന്നുള്ളത് കീ വേർഡ് ആണ്. കാരണം ചില ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ SA 620, ഞാൻ ഒരു ഓക്കെ ഇത് തന്നെ SA 620 ബേസിക്കലി വേറൊന്നുമല്ല, ഓഡിറ്റർ യൂസിങ് വർക്ക് ഓഫ് ആൻ ഓഡിറ്റേഴ്സ് എക്സ്പെർട്ട് ആണ് SA 620 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, വാട്ട് ആർ ദ കൈൻഡ് ഓഫ് റിപ്പോർട്ട്സ് ഓഡിറ്റർ മേ യൂസ് ഫ്രം an auditor expert, അങ്ങനെ എന്തോ, ബേസിക്കലി ദ ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ഫ്രം an auditor expert യൂസ് ബൈ an auditor. എനിക്ക് ആ ക്വസ്റ്റിന് ഉത്തരം, ഞാൻ ടോപ്പിക്കൊക്കെ കവർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഉത്തരം എന്തായിരുന്നു അറിയോ? ഈ കാണുന്ന ഡയഗ്രാം. ബേസിക്കലി ഈ ഡയഗ്രാം എന്തൊക്കെയാ പറയുന്നത്, എക്സാമ്പിൾസ് ഓഫ് ഫീൽഡ്സ് അതർ ദാൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്. അതാണ് ഈ ഡയഗ്രാം. ബേസിക്കലി ഓഡിറ്റർ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ എന്താണല്ലോ, ഓഡിറ്റർ എക്സ്പെർട്ട് ഈസ് സംബഡി ഹു ഈസ് ആൻ എക്സ്പെർട്ട് ഇൻ ഫീൽഡ്സ് അതർ ദാൻ ഓഡിറ്റിംഗ് അക്കൗണ്ടിങ്. അപ്പോൾ റിപ്പോർട്ട്സിന്റെ എന്തൊക്കെ റിപ്പോർട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്ത് ഇതാണ്. എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്നതിലൂടെ എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് നമ്മൾ ഇങ്ങനെ കാണുന്നത്, അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം റൈറ്റ് നെക്സ്റ്റ് ടു ദ ടോപ്പിക്. ഇപ്പോൾ ഈ ടോപ്പിക്കിന്റെ നേരെ ഞാൻ ഇതിങ്ങനെ ചോദിക്കാം. ബേസിക്കലി ദീസ് ആർ നോട്ട് ജസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഓഡിറ്റർ experts fields, but the type of reports that an auditor may use from an auditor's expert. അങ്ങനെ ആ ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിക്കാന്നുള്ളതും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ICA സ്റ്റഡി മെറ്റീരിയലും നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് നമ്മുടെ കയ്യിൽ നിൽക്കും.
ഓഡിറ്റിംഗ് അല്ല, ഓഡിറ്റിംഗ് എസ്സേ നമ്മുടെ കയ്യിൽ നിൽക്കും ആൻഡ് ദെയർ ബൈ ഓഡിറ്റിംഗ് നമ്മുടെ കയ്യിൽ നിൽക്കും. ആൻഡ് ഈ എഫക്റ്റീവ്ലി ഓഡിറ്റിംഗ് എങ്ങനെ പഠിക്കാമെന്നും ഒരു ഒരു പ്രശ്നമാണ്. കാരണം ഈ ഓഡിറ്റിംഗ് പഠിക്കുമ്പോൾ ഇതൊരു തിയറി സബ്ജക്റ്റ് ആണ്, ലാഗ് വരും, ഡ്രൈ ആവും. ഈ ലാഗും ഡ്രൈയും വരാനുള്ള എനിക്ക് ഒരേ ഒരു ടിപ്പ് പറയാനുള്ളത് ഈ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ഫാക്കൽറ്റി മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി ഈ പറയുന്ന വർക്ക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അവർ ഓൾറെഡി ഈ പറയുന്ന കണ്ടന്റ് ഒക്കെ ഒരു ഹെഡിങ്ങിലാക്കി പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് പോയിന്റ്സ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നേരിട്ട് വായിക്കുന്ന മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് സ്റ്റഡി മെറ്റീരിയലും ഞാൻ ഈ പറഞ്ഞ രാമർഷ സാറിന്റെ വീഡിയോയും യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യണം, നമ്മൾ ആക്റ്റീവ്ലി ഹൈലൈറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ തിയറി ടോപ്പിക്സ് ഞാൻ പറഞ്ഞില്ലേ 240 കേസിൽ, ഈ തിയറി ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇരുന്ന് എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഈ പാരഗ്രാഫ്സ് നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാം? ഐ മീൻ പാരഗ്രാഫ്സ് ഓഫ് കോഴ്സ് എപ്പോഴും റീഡ് ചെയ്യാൻ ട്രൈ ആയിരിക്കും. പാരഗ്രാഫ്സിനൊക്കെ നമ്മളൊരു സബ് ഹെഡിങ് കൊടുക്കും, അത് വായിച്ചിട്ട് ബേസിക്കലി ആ ടോപ്പിക് എന്താണ്, ഈ പാരഗ്രാഫ് എന്താ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഹെഡിങ് കൊടുക്കുക. പിന്നെ ഈ പാരഗ്രാഫ്സ് നമ്മൾ മുറിക്കുക, ഓരോ സബ് പോയിന്റ്സ് ആക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ആ പാരഗ്രാഫ്സ് ബേസിക്കലി ഈ പാരഗ്രാഫ് പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു 1 പോയിന്റ്, ഇത് അടുത്ത പോയിന്റ്, ഞാൻ ചുമ്മാ റാൻഡംലി മാർക്ക് ചെയ്യുന്നതാണ് ഒരു എക്സാമ്പിളിന് വേണ്ടി. പക്ഷെ അങ്ങനെ 1, 2, 3 പോയിന്റ്സ്, ഈ പോയിന്റ്സ് ഒക്കെ എന്തായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ഹെഡിങ്ങിന്റെ നേരെ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഹെഡിങ്ങിന്റെ നേരെ 3 പോയിന്റ്സ് എന്ന എഴുതിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊരു കണ്ടാൽ നമുക്ക് സമ്മറി ആവും. നമ്മൾ ആക്റ്റീവ്ലി ഇത് യൂസ് ചെയ്തു, നമുക്ക് ഈ ഓട്ടിയും പഠിക്കുമ്പോൾ ലാഗ് കുറയും. കാരണം വി ആർ ഒക്കുപ്പൈഡ്, നമ്മൾ ഒക്കുപ്പൈഡ് ആണ് ഇത് മാർക്ക് ചെയ്യലും വായിക്കലും സമ്മറൈസ് ചെയ്യലൊക്കെ ആയിട്ട്. പിന്നെ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താവും, ആ സ്റ്റാൻഡേർഡ് നല്ല ഗ്രിപ്പാവും. ആ സ്റ്റാൻഡേർഡിൽ എന്തൊക്കെയാണ്, ആ സ്റ്റാൻഡേർഡിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്, എന്തൊക്കെ റാപ്പാണ്, എന്തൊക്കെ ഫാപ്പാണ്, എന്തൊക്കെ ഇവാലുവേഷൻ ഫോൾട്ട് എവിഡൻസ് ആണ്, എന്തൊക്കെ അഡീഷണൽ പ്രൊസീജിയേഴ്സ് ആണ്, എന്തൊക്കെ റിപ്പോർട്ടിംഗ് ആണ്, ഈ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടും. പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്കോടെ നിങ്ങൾ എഴുതി ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ എങ്ങനെയൊക്കെ ഈ ടോപ്പിക്സ് ചോദിക്കാം, എവിടെയൊക്കെ എന്ത് കൊടുക്കണം എന്നുള്ള തീം കിട്ടും. കാരണം ഞാൻ പറഞ്ഞ പോലെ കഥയിലെ ഓഡിറ്റർ ഇതിൽ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കി ആ സ്റ്റേജും എസ്സേയും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഉത്തരവ് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ഹൗ, ഇതാണ് എൻ്റെ ഒരു അപ്രോച്ച്. അപ്പോ ഈ അപ്രോച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എഫേർട്ട് അല്ലെങ്കിൽ ടൈം എടുക്കുന്ന പോലെയൊക്കെ തോന്നും. ബിലീവ് മീ, രാമകൃഷ്ണ സാറിന്റെ വീഡിയോസ് ജസ്റ്റ് 35 hours ആണ്. 35 hours ആകെ ഉള്ളതെന്ന് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്റർണൽ സ്റ്റാൻഡേർഡ്സും കുറച്ച് ചെറിയ ടോപ്പിക്, ഫോർ എക്സാമ്പിൾ 570 ഒക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒരു പേജ്, ഒരു ഗ്രാഫായിട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനത്തെ ടോപ്പിക്സ് മാത്രം നമ്മൾ പുറത്ത് റെഫർ ചെയ്യേണ്ടി വരും. പുറത്ത് മീൻസ് രാമഹർഷ സാറിന്റെ തന്നെ ഇന്റർണൽ വീഡിയോസ് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ട് ബുക്സ് ഐ മീൻ റെഫർ ചെയ്താൽ മതി. അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് പുറത്ത്. അപ്പോൾ 35 hours സാറിന്റെ വീഡിയോ പ്ലസ് ഒരു അഡീഷണൽ 10 hours കിട്ടും, 45 hours അല്ലെങ്കിൽ ഒരു 50 hours കൊണ്ട് നമുക്ക് ഈ ഞാൻ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ റീഡിങ്ങും സാറിന്റെ വീഡിയോയും കൂടെ ആകുമ്പോൾ, ആൻഡ് പിന്നെ ഇതിന്റെ പുറമെ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യാനുള്ള ടൈം മാത്രം നിങ്ങൾ കണ്ടെത്താൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് കൂടെ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സോർട്ടിംഗ് ഗ്രിപ്പായി, അത് അപ്ലൈ ചെയ്യാനും പഠിച്ചു, ക്വസ്റ്റ്യൻസ് ചെയ്യാനും പഠിച്ചു. അങ്ങനെ ഈ 3 ലെവൽ പഠിത്തം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ്, അതിന്റെ മാപ്പിംഗ്, ഈ മാപ്പിംഗ് യൂസ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു. ഈ 3 ലെവൽ ഓഫ് പഠിത്തം വരുമ്പോൾ തന്നെ ഓഡിറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജനറൽ വേ ഓഫ് ഓഡിറ്റിംഗ്. സി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ, ഇപ്പോൾ ഓഡിറ്റിംഗിന്റെ കേസിലൊക്കെ മിക്കവർക്കും എഴുതി തോൽക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ഓഡിറ്റിംഗ്. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടാത്ത റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഞാനിങ്ങനെയൊന്നും പഠിക്കാറില്ല, അല്ലെങ്കിൽ ഇത് കുറച്ച് പാടാണ്, അല്ലെങ്കിൽ സമയമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ബിലീവ് മീ, അതായിരിക്കും ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി യു നീഡ്. ഈ എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തൊരു അപ്രോച്ച് ആയിരിക്കാം നമുക്ക് വേണ്ടത് സബ്ജക്ട് ക്ലിയർ ചെയ്യണം, സബ്ജക്ട് നമ്മുടെ കയ്യിൽ നിൽക്കാൻ. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കോൺഷ്യസ്ലി ഒന്ന് ചെയ്ത് നോക്കണം. ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ തിയറി സബ്ജക്ട്സ് നിങ്ങൾ കോൺഷ്യസ്ലി പഠിക്കണം. ഐ.സി സ്റ്റഡി മെറ്റീരിയൽ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇവൻ ഇഫ് ഐ.സി ടൈമിൽ യൂസ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു അപ്രോച്ചെങ്കിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് നവംബറിൽ എല്ലാവർക്കും ക്വാളിഫൈ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.